എന്നും കാൽനട യാത്രക്കാർക്കാണ് പ്രാധാന്യം. ഇക്കാര്യം നമ്മളെല്ലാവരും ലൈസൻസ് എടുക്കുമ്പോൾ പഠിക്കുന്നതുമാണ്. എന്നാൽ ലൈസൻസ് കയ്യിൽ കിട്ടിയാൽ ചിലർ അത് മറന്നു പോകുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി പറഞ്ഞിട്ടുണ്ട്, സീബ്ര ക്രോസിൽ വണ്ടി പാർക്ക് ചെയ്യുകയോ നിർത്തുകയോ ആയവരുടെ ലൈസൻസ് റദ്ദാക്കുകയും 2000 രൂപ വരെ പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ ഈ നിയമം എല്ലാവരും പാലിക്കുന്നുണ്ടോ? ഒരു വ്യക്തിക്ക് സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ ചില അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയും. പോക്കറ്റ് റോഡ് വന്നു ചേരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് സീബ്ര ലൈനും ഉള്ളത്. എന്താണെന്ന് വെച്ചാല് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വരുമ്പോ വാഹനങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒന്നുകിൽ ആ ജംഗ്ഷൻ ഇല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി വരും. അപ്പൊ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിട്ട് ചില സമയം 2-3 ആൾക്കാർക്ക് തട്ടിയിട്ടുണ്ട്. ഡെയിലി എനക്കൊന്ന് 1-2 അതുപോലെ കേസ് ഉണ്ടാകലുണ്ട്. അതാണ് ഒരു പ്രശ്നം വന്നത്. ഇത് കുറച്ചും കൂടി അങ്ങോട്ടേക്കല്ല ഇപ്പുറം ആണെങ്കിൽ പ്രശ്നമില്ല. ഇതൊരു ജംഗ്ഷൻ അല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകലുണ്ട് പൊതുവെ. അത് പൊതുവെ ഉണ്ട്. അതെന്തായാലും അമിത വേഗതയിൽ വരുമ്പോ ഇവിടെ ചവിട്ടിയാൽ കിട്ടത്തില്ല. അപ്പൊ ഇവിടുന്ന് അധികം അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാ പോവുക. അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി അവിടുന്ന് ആക്സിഡന്റ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അധികം ഉണ്ടാകലുണ്ട്. ചില സമയത്ത് ലൈനിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ റോഡുമ്പോൾ തന്നെ സൈബർ ലൈനിന്റെ മുകളിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും ചില വണ്ടികൾ. അപ്പോൾ അത് ഏറ്റവും നല്ലതാണ്. പിന്നെ സൈബർ ലൈനിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഏറ്റവും നല്ലതായിരിക്കും. അത് ചെയ്യൽ വളരെ കുറവാണ്. അത് ചില ആള് പതുക്കി കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ വണ്ടി ഒറ്റ പോക്കങ്ങ് പോകും. വളരെ കുറവാണ്. പിന്നെ ലൈനിൽ നിർത്തലോ പിന്നെ അങ്ങനെ. ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ലൈറ്റ് വന്നുകൊണ്ട് കുറച്ച് ചില റൂട്ടുകൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾ നിൽക്കുന്നുണ്ട്, വാഹനങ്ങളും ആർത്തന്നെ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ എത്തിയിട്ട് ഒത്തിരി സമയമായി. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിൽ നിയമങ്ങൾ ലംഘിക്കുന്നവയാണ് പലരും. സീബ്ര ലൈനിൽ പാർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഫുട്പാത്തിൽ വണ്ടികൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചില വാഹനങ്ങളൊക്കെ നിർത്തുന്നുണ്ട്, എല്ലാ വാഹനങ്ങളൊന്നും അങ്ങനെ നിർത്തുന്നില്ല. എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി കഴിഞ്ഞാല് വാഹന അപകടങ്ങളെല്ലാം ഒഴിഞ്ഞു കിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വണ്ടിക്കാരും ഉണ്ട്, ഓട്ട മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ നാട്ടിൽ സ്കൂൾ വിട്ട സമയത്ത് മറികടക്കുമ്പോഴുള്ള വിഷമങ്ങളെല്ലാം ഉണ്ട് ജനങ്ങൾക്ക്. അതാണ് പറയാനുള്ളത്. ഈ വർഷം അതായത് ഒക്ടോബർ 31 വരെയുള്ള കണക്ക് പ്രകാരം 218 പേർക്കാണ് സീബ്ര ക്രോസ് മറികടക്കുന്നതിനിടയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സീബ്ര ക്രോസിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, ഇവിടെ നൽകിയിരിക്കുന്ന വെള്ളവരയ്ക്ക് ശേഷം വാഹനങ്ങൾ നിർത്തുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കർശനമായ നടപടി സ്വീകരിക്കുക തന്നെ വേണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ രജിത്ത് വലിപുരിയോടൊപ്പം തേജസ്വിനി മാറോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.